ഇന്ത്യ വിൻഡീസ് ടെസ്റ്റ് മാച്ചിൽ ഇന്ത്യ മികച്ച നിലയിലാണെന്ന് മനസ്സിലാക്കുന്നു. 318 റൺസ് എന്ന നിലയിലാണ് ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിക്കുക. ഒപ്പം തന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ടല്ലോ. യശസ്വി ജയ്സ്വാൾ 24 വയസ്സിന് മുമ്പ് ടെസ്റ്റിൽ 7 അതിലധികമോ സെഞ്ചുറി നേടുന്നതിൽ സച്ചിൻ ടെണ്ടുൽക്കറിന് ഒപ്പം എത്തിയിരിക്കുന്നു എന്ന റെക്കോർഡ് കൂടി ഉണ്ടല്ലോ. അങ്ങനെ തന്നെയാണ്. യശസ്വി ജയ്സ്വാളിന്റെ വലിയ പ്രകടനം തന്നെയാണ്. 23 വയസ്സായിട്ടുള്ളെങ്കിൽ പോലും ഇതിഹാസങ്ങളുടെ ഒപ്പം തന്നെ ഒരുപക്ഷെ 24 വയസ്സിന്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരങ്ങളുടെ ആ ലിസ്റ്റിൽ അദ്ദേഹത്തിന് കൂടെയുള്ള 3 പേരുടെ പേരുകളാണ് വലിയ സന്തോഷം നൽകുന്നത്. ഒന്ന് സർ ഡൊണാൾഡ് ബ്രാഡ്മാൻ, അറിയാം, ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ താരമെന്ന് വിശേഷിപ്പിക്കുന്ന ആള്. രണ്ടാമത് അതുപോലെ തന്നെ വിശേഷിപ്പിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കർ. 3 സർ വിവിയൻ റിച്ചാർഡ്സ്. ഈ 3 ഇതിഹാസങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ ഈ യശസ്വി ജയ്സ്വാൾ എന്ന ഇന്ത്യൻ താരത്തിന്റെ പേര് എഴുതി ചേർക്കുന്നത്. 23 വയസ്സപ്പോഴേക്കും അദ്ദേഹത്തിന് 7 സെഞ്ചുറിയായി. ഈ 23 വയസ്സിനിടെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയെന്ന റെക്കോർഡ് സച്ചിന് മാത്രമാണ് ഈ ജയ്സ്വാളിന് മുമ്പിലുള്ളത്. സച്ചിൻ ആ സമയത്ത് 11 സെഞ്ചുറികളാണ് ഉണ്ടായിരുന്നത്. ആ റെക്കോർഡ് വെട്ടിക്കാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ പോലും യശസ്വി ജയ്സ്വാൾ ആയിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവി എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലാണ് ജയ്സ്വാളിന്റെ പ്രകടനം തുടരുന്നത്. ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഡബിൾ സെഞ്ചുറിക്കായാണ്. അദ്ദേഹം ഇതുവരെ 173 റൺസ് എടുത്ത ക്രീസിലുണ്ട്. ഇനി 27 റൺസ് കൂടി മാത്രം മതി അദ്ദേഹത്തിന് വീണ്ടും ഒരു ഇരട്ട സെഞ്ചുറിക്ക് വേണ്ടി. അതായത് 2 ഇരട്ട സെഞ്ചുറി ഇപ്പോൾ തന്നെ ജയ്സ്വാളിന്റെ പേരിലുണ്ട്. ഇന്ത്യ അവിടെ അതിശക്തമായ നിലയിലാണ്. വെറും 2 വിക്കറ്റ് നഷ്ടത്തിൽ 318 എന്ന റൺസ് ആണ് ഒന്നാം ദിനത്തിൽ നേടിയത്. രണ്ടാം ദിനത്തിൽ 500-ന് മുകളിൽ ഒരു സ്കോർ പടുത്തുയർത്തി വെസ്റ്റ് ഇൻഡീസിനെ ബാറ്റിങ്ങിന് അയക്കുകയും വീണ്ടും ഒരു ഇന്നിംഗ്സ് ചെയ്യാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം. അതോടുകൂടി പരമ്പര 2-0 തൂത്തുവാരണം ഇന്ത്യക്ക്. ജയ്സ്വാളിന്റെ കൂട്ടായി ഇപ്പോൾ നിലവിലുള്ളത് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് നേടാനായത്. അദ്ദേഹവും ഒരു സെഞ്ചുറിക്കായി തന്നെ ലക്ഷ്യമിട്ടായിരിക്കും ഇന്ന്. നമ്മള് ഈ പറയുന്ന പോലെ ജയ്സ്വാളിന്റെ കാര്യം പറയുമ്പോൾ സായി സുദർശന്റെ ആരാധകരും പറയുന്നുണ്ട് 1 ഡൗൺ ആയിട്ട് വന്ന് അദ്ദേഹം നേടിയ ആ ഒരു കാര്യം കൂടി അതുകൂടെ പരാമർശിച്ചു പോകണമെന്ന്. തീർച്ചയായും സായി സുദർശനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡു ഓർ ഡൈ മാച്ച് എന്നുള്ളത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും തന്നെ സായി സുദർശന് തിളങ്ങാനായില്ല. പ്രത്യേകിച്ച് ഈ 3-ാം നമ്പറിൽ ഇന്ത്യ വലിയൊരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേതേശ്വർ പുജാര ടീമിൽ നിന്ന് പുറത്തായതിനു ശേഷം അദ്ദേഹത്തിന് മാറ്റിയതിനു ശേഷം പല താരങ്ങളെ പരീക്ഷിച്ചെങ്കിൽ പോലും ഇപ്പോഴും ഒരു ഒത്ത താരത്തെ ആ സ്പോട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. പക്ഷേ സമീപകാലത്ത് തുടർച്ചയായ അവസരങ്ങൾ കിട്ടിയത് സായി സുദർശനാണ്. പക്ഷേ ഇംഗ്ലണ്ട് പരമ്പരയിലടക്കം ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. ഈ ഒരു മത്സരം കൂടി കഴിഞ്ഞാൽ സായി സുദർശനെ മാറ്റണം എന്നുള്ള വലിയൊരു ആവശ്യം പല ആരാധകരും ഉന്നയിക്കുന്നത് കണ്ടു. പക്ഷേ സായി സുദർശൻ തന്റെ ആ സ്ഥാനം ആഭ്യന്തര ക്രിക്കറ്റിൽ അടക്കം നന്നായി കളിച്ചതിന്റെ കിട്ടിയ അവസരം എന്തായാലും മുൻതലാക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. 87 റൺസാണ് എടുത്തത്. അർഹിച്ച ഒരു സെഞ്ചുറി നഷ്ടമായത് എന്നുള്ളത് ഒരു നിരാശയാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്തായാലും ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഇനിയും ഉണ്ടാകും എന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് സായി സുദർശനും കാഴ്ചവെച്ചത്. ശരി, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.